ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഈ സിനിമ വളരെ സ്പെഷ്യലാണ് ഞങ്ങൾക്ക്. കാരണം ഇതിൻ്റെ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ഷോയ്ക്ക് പോയി, എന്നിട്ട് ഹാഫ് ടൈമിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അതൊരു ഹോസ്പിറ്റൽ കേസായിരുന്നു. വീണ്ടും കണ്ടിട്ട് വന്നിട്ട് റിവ്യൂ ചെയ്യാൻ പോവാണ്. ധ്യാൻ ശ്രീനിവാസൻ 2.0. 2.0 അല്ല, അത് 2.0. അതന്നെ 2.0. അപ്പോൾ ആ 2 അങ്ങ് വെട്ടാം. ധ്യാൻ ശ്രീനിവാസൻ 0.0 അത് കൊടുക്കാം. അതാണ് ആവശ്യം. അതായത് എവിടെയാണോ ധ്യാൻ ഇതിന് മുമ്പ് നിന്നിട്ടുണ്ടായിരുന്നത്, ഈ സിനിമക്ക് മുമ്പ്, അവിടെ തന്നെയാണ് ധ്യാൻ നിൽക്കുന്നത്. വെറുതെ തെറ്റിദ്ധരിച്ചു കേട്ടോ. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സും അവരുടെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ധ്യാനിന് വളരെ വ്യത്യാസം ഉണ്ടാവും. നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കും, നല്ല കഥയായിരിക്കും എന്നൊക്കെ തോന്നിപ്പോയി വെറുതെ മനസ്സിൽ. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, അതായത് വളരെ ചെറിയ സ്ക്രിപ്റ്റ്, വളരെ പരിമിതമായ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ചെറിയ ഒരു തട്ടിക്കൂട്ട് സിനിമ ചെയ്യാൻ, അതുകൊണ്ട് തന്നെയാണ് ധ്യാനിനെ ഇവർ സമീപിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു കാസ്റ്റ് വന്നേനെ. തീർച്ചയായിട്ടും. ഇതിപ്പോ സത്യം പറഞ്ഞാൽ ഇതൊരു തട്ടിക്കൂട്ട് സിനിമയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് കേട്ടോ. പല സംഭവങ്ങളിലും. അതെ, ഇത് ഒരു കാര്യത്തിൽ നിന്നല്ല, പല സംഭവങ്ങളിലും എല്ലാം കൂടി ഒന്ന് പെട്ടെന്ന് ഒരു സാധനം ഉണ്ടാക്കി വെച്ചില്ലേ, അതേപോലെ. അതായത് എക്സ്പീരിയൻസിന്റെ കമ്മി ശരിക്കും കാണാനുണ്ട്. അത് മേക്കിങ്ങിലും സ്ക്രിപ്റ്റിലും ഉണ്ട്. ഡയലോഗ്സ്, സീനുകൾ, പിന്നെ ഷോട്ടുകൾ, മേക്കിംഗ് രീതി, ഇതിലൊക്കെ കാണാനുണ്ടായിരുന്നു. ഇത് രണ്ടുപേരാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നതും. ഇന്ദ്രജിത്ത് ഗോപാലകൃഷ്ണനും രാഹുൽജിയും. രണ്ടുപേരും തുടക്കക്കാരാണെന്ന് തന്നെ തോന്നും. കറക്റ്റായിട്ട് മനസ്സിലാവും. അതെ, തുടക്കക്കാർ മാത്രമല്ല, അവർക്ക് ശരിയായ രീതിയിൽ, അതായത് അവർ പഠിച്ചു തുടങ്ങുകയാണ്. ഇതിലാണ് അവർ ശരിക്കും പഠിച്ചു തുടങ്ങുന്നത്. പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല, പഠിച്ചു തുടങ്ങുന്നത് എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ട്. അതായത് ഇതിന്റെ മേക്കിങ്ങിലും സ്ക്രിപ്റ്റിങ്ങിലും അത് ഇങ്ങനെ മഴിച്ചു നിൽക്കുന്നുണ്ട്. പിന്നെ അഭിനയങ്ങളിൽ എല്ലാവരുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് എടുക്കണം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ധ്യാന്റെ കാര്യം പറഞ്ഞു. ധ്യാൻ തന്നെയാണ് ഇത്. നമുക്ക് ധ്യാൻ 2.0 ഒന്നും ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല കേട്ടോ. സാധാരണ ധ്യാൻ എന്തൊക്കെയാണോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലൊക്കെ തന്നെ. പിന്നെ കുറച്ച് കൂടുതൽ കുറച്ച് കൂടുതൽ നിറഞ്ഞു നിൽപ്പുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തോന്നും. അതായത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വലിയ ആളാണെന്ന് തോന്നും, പക്ഷെ ലോക പൊട്ടനാണ്. അതായത് വലിയ കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ അതിൽ ഒരു കൊലപാതകം, അതിനുശേഷം ഒരാളെ ഇന്ന ആളാണ് അതിൽ കൊലപാതകം ചെയ്തതെന്ന് തീരുമാനിച്ചിട്ട് ആ ആളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ധ്യാനിൻ്റെ ഉപദേശപ്രകാരം. എന്താ പറയുന്നത്, ഒരു ചെരുപ്പ് കിട്ടിയതിന് അതൊക്കെ ആളെ കൊല്ലാൻ കാരണമായി എന്ന് പറയാൻ പറ്റുമോ? ഒരു ക്രൈം സീനിൽ നിന്ന് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ആ ആളാണ് കൊന്നതെന്ന് പറയാൻ പറ്റുമോ? അങ്ങനത്തെ ബാലിശമായ ലോക മണ്ടത്തരങ്ങൾ നിറഞ്ഞ ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിയാണ് നമുക്ക് ഫീൽ ചെയ്തത്. അതായത് ഒന്നും അറിയാത്ത ആൾക്കാർ ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സംഭവം, ഒരു സ്ഥലവും, ലോക പൊട്ടന്റെ കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്ന അതിനേക്കാളും വലിയ മണ്ടന്മാരായ സ്ഥലം. അതും റോണി ചെയ്ത കഥാപാത്രം, പിന്നെ ആളുടെ കൂടെ ഉള്ള മറ്റു പോലീസുകാർ, ഇവരൊക്കെ ലോക പൊട്ടന്മാരായതുകൊണ്ട് സഹിച്ചു. കുഴപ്പമില്ല. നമ്മളും ലോക പൊട്ടന്മാരായതുകൊണ്ട് ഇരുന്ന് കണ്ടു. അത് വേറൊരു സത്യം. അതെ, അത് ലാസ്റ്റ് നമുക്ക് മനസ്സിലായത്. അതെ, നമ്മൾ പൊട്ടന്മാരാണ്. കാരണം അന്നൊരു അവസരം കിട്ടിയിട്ട് ഹാഫ് ടൈമിൽ നിന്ന് ഇറങ്ങി പോയിട്ട് വീണ്ടും പോയി തല വെച്ചല്ലോ എന്നുള്ളത്. പിന്നെ പ്രതീക്ഷയും കൊണ്ട് പോയതാട്ടോ. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മിക്ക റിവ്യൂവേഴ്സിലും അല്ലെങ്കിൽ അഭിപ്രായങ്ങളിലും വന്നിരുന്നത് സെക്കൻഡ് ഹാഫ് മുതലാണ് സൂപ്പർ എന്ന്. അതെ, ഒരു മാറ്റമല്ല. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫ് ഒരേപോലെ തന്നെ. ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ വമ്പൻ ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് എന്താണ്, ഭയങ്കര ടിസ്റ്റാ. പക്ഷെ ടിസ്റ്റ് നമുക്ക് ആ ഒരു എഫക്ട് കിട്ടിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ടിസ്റ്റ് ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്. പിന്നെ സിജു വിൽസൺ ഉണ്ട്, അത്യാവശ്യം തരക്കേടില്ലാത്ത ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ മാസാണെന്നുള്ള രീതിയിൽ കോയിനെ പിടിക്കുന്നു, ആടിനെ പിടിക്കുന്നു. അതെ, എന്തൊക്കെയാണ് ഇത്. വേറൊരു കാര്യമുണ്ട്, അതായത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണല്ലോ, അത് സോഫിയ പോളാണ് നിർമ്മിക്കുന്നത്. മിന്നൽ മുരളി യൂണിവേഴ്സിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ അതിനുശേഷം അത് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് മാറ്റി വെച്ചിട്ട്, പക്ഷേ ഈ മിന്നൽ മുരളി യൂണിവേഴ്സിലുള്ള കഥാപാത്രങ്ങളുടെ പോലെ ആ ഒരു പശ്ചാത്തല രീതി ഉണ്ടല്ലോ, അത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു ഗ്രാമത്തിലുള്ള എല്ലാവരും ഒരേപോലെ തന്നെ ഒരു മൈൻഡ് ഒക്കെ. കുഞ്ഞിരാമായണത്തിന്റെ ക്യാരക്ടേഴ്സ് ഉണ്ടോ, അവർ പൊട്ടന്മാരായിരിക്കും. അവര് വേറെ യൂണിവേഴ്സാ. സത്യം, ഇവർക്ക് അറിയില്ല ഇതിനെ കുറിച്ചൊന്നും എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും. അങ്ങനത്തെ രീതിയിലുള്ള കഥാപാത്രങ്ങൾ, അത് സത്യമാണ്. അതിൽ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതെ, ബാക്കിയൊന്നും നല്ല രീതിയിൽ വന്നിട്ടില്ല. പിന്നെ എല്ലാരും ഉണ്ട്. കോട്ടയം നസീർ ഉണ്ടായിരുന്നു, പിന്നെ സീമാജി നായർ ഉണ്ട്, പിന്നെ നമ്മുടെ അമീൻ, കുഡോസ് മീഡിയ. ശരിക്കും അവർ നല്ല രീതിയിൽ റീൽസൊക്കെ ചെയ്തുകൊണ്ട് നടക്കുകയായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ കൊണ്ടുവന്ന് വെറുതെ
പറയിപ്പിച്ചു എന്ന് പറയാം. ശരിക്കും ഞാനൊക്കെ ഇവരുടെ ഈ സിനിമ റിലീസിന് മുന്നേ ഇവരുടെ ഇന്റർവ്യൂ ഒക്കെ ഭയങ്കര ഹിറ്റാണല്ലോ. അപ്പം നമ്മളും പ്രതീക്ഷിച്ചു ഇത് ഭയങ്കരമായിട്ട് ഇവരുടെ പെർഫോമൻസ് ഒക്കെ കാണാനുണ്ടാവും. കാരണം ഇവരുടെ റീൽസ് ഒക്കെ കണ്ട ഇവരുടെ ഫാനാവാത്ത ആൾക്കാരില്ല. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ സിനിമയിലേക്ക് നോക്കുന്നത്. അവിടെ വന്നപ്പോഴല്ലേ വേണ്ടിയില്ലായിരുന്നു എന്നായിപ്പോയി. സത്യമായിട്ട് അതായത് തുടർച്ചയായിട്ട് കൗണ്ടറുകൾ ഇങ്ങനെ, അത് ഒരു ഡയലോഗ് കഴിഞ്ഞാൽ അടുത്ത ഡയലോഗ് കൗണ്ടർ ആയിരിക്കും. ആ രീതിയിലാണ് അവരുടെ റീൽസ്. പക്ഷേ സിനിമയിൽ ഒന്നുമില്ല. മാത്രമല്ല ഡയലോഗ് ഡെലിവറി ഒക്കെ വളരെ മോശമായിട്ട് ഫീൽ ചെയ്യുന്നു. ഡബിങ് ഒക്കെ അത് പിന്നെ എല്ലാവരുടെയും ഏകദേശം ഡബിങ്ങിലും മോശം. അതെ, ഇവരുടെ മാത്രം എന്നല്ല, എല്ലാവരുടെ കാര്യത്തിലും അത് തന്നെയാണ്. പിന്നെ ഇവരുടെ ടീം തന്നെ മറ്റേ എന്താ ചാമൻചാക്കൊക്കെ അതിൻ്റെ എഡിറ്റിങ്, അതായത് ചാമൻചാക്കോ ഈ രീതിയിലുള്ള എഡിറ്റിങ് അത് എനിക്ക് അറിയില്ല. ഈ ടൈപ്പ് പരിപാടി ചാമൻചാക്കൊക്കെ പറ്റാഞ്ഞിട്ടാണോ അതോ ഷോട്ടുകൾ ആൾക്ക് അത്യാവശ്യത്തിനുള്ളത് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ പ്രശ്നമുണ്ട്. സംഭവം കുറെ ചെയ്തു വെച്ചിട്ടുണ്ടാവും, ആവശ്യമുള്ളതൊന്നും ഉണ്ടാവില്ല. ആവശ്യമുള്ള ഷോട്ടുകൾ കുറവ് ഫീൽ ചെയ്യും നമുക്ക്. അതായത് ഒരു കൊലപാതകം നടന്നതിന് ശേഷം, ആദ്യ കൊലപാതകം നടന്നതിന് ശേഷം ഒരു പാറപ്പുറത്ത് ആൾ പോയിട്ട് ക്രൈം സീനൊക്കെ പോയി അതിന് ശേഷം ഛർദ്ദിക്കുന്നൊരു സീനുണ്ട് ആര് ധ്യാൻ ശ്രീനിവാസൻ. അപ്പോൾ നമുക്ക് ഒരു ഷോട്ടിൻ്റെ ഒരു കുറവ് ഇതിൻ്റെ അടിയിൽ നമുക്ക് ഉണ്ടല്ലോ എന്നിങ്ങനെ തോന്നും. അതെ, അത് ഇട് എന്ന് നമുക്കിങ്ങനെ മനസ്സിൽ തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് എപ്പോഴും. അത് അവിടെ മാത്രമല്ല, അതാണ് എഡിറ്റിങ്ങിന്റെ സെപ്പറേറ്റ് പറയാൻ തന്നെ കാരണം. അതും ചമൻചാക്കോ എഡിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇയാൾ ഇത് ഇങ്ങനെയാണോ അത് ചെയ്തു വെച്ചേക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്ത്. അത് ചമൻചാക്കോന്റെ പ്രശ്നമാണോ? ഒരിക്കലും ആവാൻ ചാൻസ് ഇല്ല. കാരണം വേണ്ട രീതിയിലുള്ള ആവശ്യമുള്ള ഷോട്ടുകൾ ഉണ്ടായാലല്ലേ ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, വെട്ടിക്കൂട്ടി ഒരുമിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തോന്നിയത് ഇത് ആവശ്യത്തിന് എന്താ പറയാ, ഒരു സാധനം കഴിഞ്ഞ അടുത്തത് എന്താണോ വേണ്ടത് ആ ഷോട്ട് ഇല്ലാത്തതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ഇതിൽ നിന്ന് അടുത്തതിലേക്ക് പോകുമ്പോൾ ഒരു ക്ലോസോ അല്ലെങ്കിൽ ഒരു ലോങ് ഷോട്ടോ ആവശ്യമുണ്ട് എന്ന് കുറച്ചും കൂടി ഡ്യൂറേഷൻ്റെ കുറവ് തോന്നുന്ന ലെവലിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 2 ഷോട്ടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് ഓക്കെ ആയിരുന്നു എന്ന് നമുക്കിങ്ങനെ തോന്നും. അങ്ങനെ അത് ഭയങ്കരമായിട്ട് പ്രശ്നം തന്നെയായിരുന്നു. എന്താണെങ്കിലും സിനിമ വളരെ മോശമായിട്ടോ നമുക്ക് ഫീൽ ചെയ്തത്. വളരെ മോശമാണ്. അതായത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ഏറ്റവും മോശപ്പെട്ട കൊണ്ടലിനേക്കാളും താഴെ. കൊണ്ടലൊക്കെ ഇതിനേക്കാളും എത്ര ബെറ്ററാ. അതിനൊക്കെ വെച്ച് ഇതുമായിട്ട് നോക്കാനേ പാടില്ല. ഇത് അത്രയും മോശമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള സിനിമ. പിന്നെ കോമഡിയൊക്കെ ചിലയിടങ്ങളിൽ വർക്കായിട്ടുണ്ട്, ചിലത് എടുത്ത് തന്നെ പറയണം. ചിലത് വർക്കായിട്ടുണ്ട്, എന്നാൽ ചിലത് ഒരു വഴിക്കും എന്തിനാണ് ഇവർ ഇതൊക്കെ കാണിക്കുന്നത് നമുക്ക് തോന്നിപ്പോ. അങ്ങനത്തെ സാധനമായിരുന്നു. എന്താണെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക തിയേറ്ററിൽ. എന്താണെങ്കിലും നമുക്ക് കുറെ സഞ്ചരിക്കേണ്ടി വരും. കാരണം അടുത്തുള്ള തിയേറ്ററിൽ നിന്നൊക്കെ ഏതാണ്ട് എല്ലാം പോയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് പോലും. വരാത്തിടത്ത് വരുന്നുണ്ട്. അതെ, അങ്ങനെ കാണാം. എന്താണെങ്കിലും ചില ആൾക്കാരുണ്ടല്ലോ ഇതെന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താണെങ്കിൽ പോയി കാണുക. അപ്പം എന്തായാലും ഞങ്ങൾ പോവുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ഈ പ്രിൻസ് ആൻഡ് ഫാമിലി ഇല്ലേ, ആ സിനിമയിൽ അതിന്റെ റിവ്യൂ കുറേ സമയത്ത് വന്നപ്പോൾ ഇത് ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റുന്ന കാര്യമാണെന്ന് തോന്നിട്ടോ. അതില് ധ്യാൻ ശ്രീനിവാസനെ ശരിയായ രീതിയിൽ യൂസ് ചെയ്തില്ലെന്നൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞുണ്ടു. ധ്യാൻ ശ്രീനിവാസൻ അതിന് മാത്രം വലിയ നടനാണോ? എനിക്ക് തോന്നിയില്ല. അത് ഒരൊറ്റ കാര്യം പറയട്ടെ ഇതിനുള്ള ഉത്തരം. ധ്യാൻ ശ്രീനിവാസന് പോലും അറിയാം താൻ വലിയ നടനല്ല എന്നുള്ള കാര്യം. ആൾ എപ്പോഴും പറയും എനിക്ക് പൈസ കിട്ടുന്നു ഞാൻ വന്ന് ചെയ്തു പോണു. അല്ലാണ്ട് ഇയാള് ഭയങ്കര ബെസ്റ്റ് ആക്ടർ ആയിട്ടുള്ള അവാർഡ് മേടിച്ചിട്ടുള്ള ആളൊന്നും അല്ല ധ്യാൻ ശ്രീനിവാസന്. ഇത് ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോ നമുക്ക് പറയാൻ തോന്നുന്നു അവാർഡിന്റെ പോട്ടെ. അതായത് ഒരു സിനിമ മൊത്തത്തിൽ പുൾ ഓഫ് ചെയ്ത് ആൾക്ക് അത് വേറെ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊരു വലിയ നടനായിട്ട് ഏതെങ്കിലും സിനിമയിൽ വന്നിട്ടുണ്ടോ? ശരിയാണ്, തിര ഒക്കെ വന്നിട്ടുണ്ട് അന്ന്. അതിന് ശോഭനയുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ അടികപ്പിയാരെ അത് അവര് ഒരാളായിട്ടാണോ? അതല്ല, ആ ഒരു ഗ്യാങ് ഉള്ളത് കൊണ്ടാണ് ആ സിനിമ അത്ര ആയത്. അപ്പൊ അതില് ആള് വന്നു പോയി, അത്രേ ഉള്ളൂ. അതിന് തന്നെ ഉള്ളൂ ധ്യാന്. ഇപ്പോ അന്ന് ധ്യാൻ ആ ലെവൽ ഉണ്ടാവാം, ഇപ്പൊ ധ്യാന് അതിന് തന്നെ ഉള്ളൂ. നമുക്ക് തോന്നിയില്ല എന്താണ് ശരിയായ രീതിയിൽ യൂസ് ചെയ്തില്ലല്ലോ, അതിന് മാത്രം വലിയൊരു നടനെ കൊണ്ടുവന്നിട്ട് ശരിയായ രീതിയിൽ യൂസ് ചെയ്യാതെ അങ്ങ് വിട്ടല്ലോ എന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. അങ്ങനെ അതിന് മാത്രം മികച്ച ഒരു എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷത്തിലെ ക്യാരക്ടറും പിന്നെ അത് പിടിച്ചിരിക്കുന്ന രീതിയും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ അതായത് ആളെ വല്ലപ്പോഴും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലത് ബോണസ് ആയിട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ എപ്പോഴും ഇങ്ങനെ മറ്റു വലിയ നടന്മാരൊക്കെ വന്നിട്ട് ആള് തകർക്കൊന്നുമില്ല. ഇങ്ങനത്തെ കമന്റ് ഒക്കെ കണ്ടപ്പോ ധ്യാൻ ശ്രീനിവാസൻ ഞാനോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ആൾക്ക് കൂടുതൽ എനിക്കോ ശരിയായ രീതിയിൽ തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ യൂസ് ചെയ്തില്ലയോ? ഓ റിയലി
അങ്ങനെ മൂപ്പർ ഇതൊക്കെ ചെയ്ത് എന്തെന്നാണ് ഇവർ ഈ പറയണെന്നായിരിക്കും മൂപ്പര് ചിന്തിച്ചിട്ടുണ്ടാവുക. ചിലര് അതായത് ഒരു ഇന്റർവ്യൂ കിട്ടണമെങ്കിൽ ആളെ കൊണ്ടുവരാൻ കരുതിയിട്ട് മുഖം കാണിച്ച് വിടുന്ന സിനിമകൾ പിന്നെ ഇഷ്ടം പോലെ. അതായത് ആ സിനിമയ്ക്ക് പ്രത്യേക ഒരു പ്രൊമോഷൻ കിട്ടും. അത് ആള് വന്നിട്ടുണ്ടെങ്കിൽ. അല്ലാതെ നടൻ എന്ന രീതിയിൽ ആളെ കൊണ്ട് എന്ത് ഉപകാരമുള്ളത്? ഇപ്പൊ മറ്റേ തഗ് ലൈഫോ ഏതോന്ന് വന്നല്ലോ, തഗ് ആകെ ഒരു സീനോ 2 സീനോറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. കോക്കിന്റെ റിവ്യൂല് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറ്റിച്ചൂന്ന്. അപ്പം അതിനു വേണ്ടിട്ടാണ് ആ ഒരു പേര് കിട്ടി, അത്രേ ഉള്ളൂ. ഫാമിലിയിലും അല്ലാതെ ആളെ യൂസ് ചെയ്തില്ല, ആളെ എന്താ വേറെ വഴിക്ക് വിട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിടണായിരുന്നു. അത്രേ ഉള്ളൂ. വിട്ടത് നന്നായി, UK കേച്ചിട്ടത് നന്നായി എന്താണെങ്കിലും. അതെ, അല്ലാതെ അതിൽ കൂടുതലൊന്നും ഇല്ല. അതിനെ ഉള്ളൂ ഏത് ഇതിലും 2.0. പിന്നല്ലാണ്ട് അതിൽ കൂടുതലല്ല. .0 ഇപ്പൊ ഇത്രയും സിനിമകളുണ്ടല്ലോ ധ്യാൻ അഭിനയിച്ച, അത് ഇത് തമ്മിൽ എന്ത് വ്യത്യാസം അഭിനയത്തിൽ നിങ്ങൾ കണ്ടത്? എനിക്കൊന്നും തോന്നിയില്ല. സിനിമക്ക് വളരെ വീക്കാ, തട്ടിക്കൂട്ട് സാധനം. അവര് പെട്ടെന്ന് ഒരു സംഭവം ചെയ്തു, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഞങ്ങൾ പോട്ടെ, മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ധ്യാനല്ലേ ഇതൊക്കെ മതിയെന്ന് കരുതിയിട്ടുണ്ടാവും. അങ്ങനെയാണത്, അത്രേ ഉള്ളൂ. ഇതൊക്കെ മതി എന്നുള്ള രീതിയിൽ നമുക്ക് ധ്യാനം എടുക്കാം. അങ്ങനെയുണ്ട്, അതുകൊണ്ട് 2 രീതികളുണ്ട്.